ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ച രാഖി രസി എന്ന കഹാനിയിലെ രസിയിലെ ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളുടെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കാണുക, എന്നിട്ട് പാർട്ട് 2 കാണുക. അപ്പം നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. आदित्य क्वेश्चन എന്ന് പറയുന്നത് इस लड़की का तो सभी लोग मान गए ताना सचमुच नहले पर टहला तुम्हें भी यही करना होगा. तुम ऐसा कोई काम ढूंढो जिस करने के लिए सूझबूझ की जरूरत हो, उसे एक कागज में लिखो और तुम सभी अपनी अपनी चिट को एक डिब्बे में डाल दो. डिब्बे को बीच में रखकर उसके चारों ओर गोलाई में बैठ जाओ. अब एक एक करके आओ, उस डिब्बे से एक चिट निकाल कर पढ़ो और उसके लिए कोई उपाय सुझाओ. जिस बच्चे ने सबसे ज्यादा उपाय सुझाए वह तुम्हारी कक्षा का बीरबल होगा. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗെയിം പോലെ നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഈ കഥയിലെ പെൺകുട്ടി ചെയ്തതുപോലെ ഇന്റലിജന്റ് ഉള്ള എന്തെങ്കിലും ഒരു ജോലി, ഒരു കാര്യം നമ്മളൊരു പേപ്പറിൽ എഴുതുക. നമ്മൾ ഓരോരുത്തരും എഴുതുക, എന്നതിന് ശേഷം ഒരു ഡബ്ബയിൽ ഇടുക. എന്നിട്ട് നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥാനത്ത് പോയിരിക്കുക. എന്നിട്ട് എല്ലാവരും എഴുതിയിട്ടതിന് ശേഷം ഓരോരുത്തരായി വന്ന് ആ ഡബ്ബയിൽ നിന്ന് ഓരോ പേപ്പർ, ഓരോ സ്ലിപ്പ് എടുക്കുക. എന്നിട്ട് എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടി, അത് ഡയറക്റ്റായി ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. നമ്മൾ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. നമ്മൾ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഈസിയാ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. അങ്ങനെ ആരാണോ ഏറ്റവും കൂടുതൽ സൊല്യൂഷൻസ്, ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ് ആൻസർ പറയുന്നത്, അവരാണ് ഈ ക്ലാസ്സിലെ ബീർബൽ, ബുദ്ധിമാൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ച് ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളിവിടെ ഒരു ആൻസർ ഇതിനു വേണ്ടി കൊടുത്തതാണ്. അധ്യാപക് ने कहा कि तुम पानी का पत्थर लेकर आओ. कुछ सोचने के बाद मैंने उनसे कहा कि फिर आपको उस पत्थर को आधे घंटे हाथ में रखना पड़ेगा. अध्यापक ने मुझे हाँ कर दिया. फिर एक बर्फ का टुकड़ा ले आया और उन्हें दे दिया. वह हैरान रह गए और मन ही मन सोचने लगे कि वह आधे घंटे हाथ में कैसे रखेंगे. छात्र ने अपनी सूझबूझ से कोई काम ढूंढकर गेल पूरा करे. അപ്പൊ ഇവിടെയും ആ ഗെയിം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതല്ല, ഇത് നമ്മളൊരു ഗെയിം, എന്താണ് ആ ഗെയിം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അധ്യാപകനെ കഹാ കി തും പാനി കാ പത്തർ ലേക്കർ ആവോ. ഇവിടെ അധ്യാപകൻ കൊടുക്കുന്ന ടാസ്ക് വെള്ളം കൊണ്ടുള്ള കല്ലെടുത്തിട്ട് വരാനാണ് പറയുന്നത്. പാനി കാ പത്തർ പറഞ്ഞാൽ വെള്ളം കൊണ്ടുള്ള പത്തർ, കല്ല്. कुछ सोचने के बाद मैंने उनसे कहा कि फिर आपको उस पत्थर को आधे घंटे हाथ में रखना പടേക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കഥയിലെ പെൺകുട്ടിയും ആ ലോൻപഗർ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് അയാൾക്ക് തന്നെ ട്രിക്കി ആയിട്ടുള്ള ആൻസർ കൊടുത്ത കുട്ടിയാണ്. അപ്പൊ നമ്മളും അതുപോലെ ഇവിടെ അധ്യാപകർ നമ്മളോട് പറയുന്നത് വെള്ളം കൊണ്ടുള്ള കല്ല് കൊണ്ടുവരാൻ നമ്മളോട് പറയണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? സോഷനിക്ക് ബാദ് ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ അങ്ങോട്ട് പറയുകയാണ്, ഓക്കെ റെഡി, അപ്കോ ഉസ് പത്തർക്കോ, ഞാൻ ആ കല്ല് കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരുന്ന കല്ല് അരമണിക്കൂറെങ്കിലും നിങ്ങൾ കയ്യിൽ വയ്ക്കണം. ഇതാണ് നമ്മൾ പറയണത്. ഓക്കെ, അധ്യാപക് ने मुझे हाँ कह दिया. फिर एक बर्फ का टुकड़ा ले आया. അധ്യാപകൻ ഓക്കെ പറയും. അതിനുശേഷം എക് ബർഫ് കാ ടുക്കട ലേ ആയ, ഈ കുട്ടി എന്ത് ചെയ്തു? ഒരു ഐസ് ക്യൂബ് കൊണ്ടുവന്നു, ഫ്രിഡ്ജിലുള്ള ഐസ് ക്യൂബ് കൊണ്ടുവന്നു. और उन्हें दे दिया, എന്നിട്ട് അധ്യാപകന് കൊടുത്തു. ഹെറാൻ रह गए, ടെൻഷനായി അധ്യാപകൻ. കാരണം എങ്ങനെ ഐസ് ക്യൂബ് അരമണിക്കൂറൊക്കെ കയ്യിൽ അലിയാതെ നിൽക്കും? और मन ही मन सोचने लगे कि वह आधे घंटे हाथ में कैसे रखेंगे. എങ്ങനെ അരമണിക്കൂർ കയ്യിൽ നിൽക്കും? ഛാത്രനെ अपनी सूझबूझ से कोई काम ढूंढकर गेल पूरा करे. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. मंत्री ने बेटे से कहा, पिछली बार बेड़ों के बाल उतारकर बेचना मुझे जरा भी पसंद नहीं आया. क्या मंत्री का सचमुच ये बात पसंद नहीं आई थी? अपने उत्तर का कारण भी बताओ. മന്ത്രി മകനോട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ആടുകളുടെ മുടി വെട്ടിക്കൊടുത്ത് പൈസ വാങ്ങിച്ചല്ലോ, അത് വിറ്റല്ലോ ആടുകളുടെ മുടി, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
क्या मंत्री को सचमुच ये बात पसंद नहीं आई थी? ശരിക്കും മന്ത്രിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ആൻസർ എഴുതാനാണ് പറയുന്നത്. ऐसा नहीं था कि उन्हें बात पसंद नहीं आई, लेकिन मंत्री को पता चल गया था कि यह काम उनके बेटे का नहीं है. वैसा भी वह अपने बेटे को चालाक या होशियार बनाना चाहता था, इसलिए उसने ऐसा किया. विवाद में उसने उस लड़की से अपने बेटे की शादी नहीं करवाई. ऐसा नहीं था, അതായത് മകൻ ചെയ്തത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, പക്ഷേ ഈ ആൾക്ക് അറിയാമായിരുന്നു ഇത് മകന്റെ ബുദ്ധിയിൽ ഉദിച്ച മകൻ ചെയ്ത കാര്യമല്ല, ആ പെൺകുട്ടി പറഞ്ഞിട്ട് ചെയ്തതാണ്. അവനായിട്ട് ആലോചിച്ചിട്ടല്ലായിരുന്നു ആ ആടുകളുടെ രോമം വിറ്റത്. അത് ഇയാൾക്ക് അറിയാമായിരുന്നു. वैसे भी वह अपने बेटे को चालाक या होशियार बनाना चाहता था. മകനെ ഇന്റലിജന്റ് ബുദ്ധിമാന ആക്കാനാണ് അയാൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ऐसा किया विवाद में उसने അങ്ങനെ എന്താ പറയാ, അവൻ ബുദ്ധിമാനായിരുന്നെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണം നടക്കില്ലായിരുന്നു. അവൻ ഇന്റലിജന്റ് അല്ലാത്തത് കൊണ്ടാണ് ഇന്റലിജന്റായ ആ പെൺകുട്ടിയെ ഈ ലോൺ പോഗർ മകന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. पहली बार में मंत्री के बेटे ने भेड़ों के बाल बेच दिए और दूसरी बार में भेड़ों के सींग बेच डाले. जिन लोगों ने ये चीज से खरीदी होगी उन्होंने भेड़ों के बालों और सींगों का क्या किया होगा? अपनी कल्पना से बताओ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആടുകളുടെ മുടി വെട്ടിവിറ്റു, രണ്ടാമത് അതിന്റെ കൊമ്പുകൾ വെട്ടിവിറ്റു. ഓക്കെ, ഇത് വാങ്ങിയവർ അത് ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഇതാണ് ക്വസ്റ്റ്യൻ. अब आंसर, जिन लोगों ने चीजें खरीदी होगी उन्होंने भेड़ों के बालों से ऊन के वस्त्र और सींगों से सजावटी सामान बनाया होगा. ओके, അപ്പോൾ ഈ മുടി വെച്ചിട്ട് വേണോക്ക് ബാൽ വെച്ചിട്ട് നമ്മൾ കമ്പിളിക്കുപ്പായങ്ങൾ ഉണ്ടല്ലോ, നൂൽ അങ്ങനത്തെ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പിന്നെ കൊമ്പുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ, നമ്മൾ ഫർണിഷിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാം, സജാവട്ടി സാമാനൊക്കെ ഉണ്ടാക്കാം, ക്രാഫ്റ്റി ഐറ്റംസ് ഉണ്ടാക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് നോക്കാം. नीचे कहानी से कुछ वाक्य दिए गए, इन बातों को तुम और किस तरह से कर सकती हो? जैन से जिंदगी चल रही थी, होशियारी उसे छूकर भी नहीं गई थी, मैं इसका हल निकाल देती हूँ, उनकी अपनी चालाकी धरी रह गई. ओके, നമുക്ക് ഈ വേർഡ്സ് എങ്ങനെ മാറ്റി പറയാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ജിന്ദഗി ആരാം സെ കട്ട് രഹി തി, സെക്കൻഡ് വൺ വ ഹോഷിയാർ നഹി താ, थर्ड मैं इसके लिए उपाय बता देती हूँ, फोर्थ उनकी अपनी चालाकी किसी काम नहीं आई. ഈ വേർഡ്സിനെ നമുക്ക് ഇങ്ങനെ മാറ്റി പറയാം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. लोन पोगर का बेटा होशियार नहीं था, होशियार और चालाक में क्या फर्क होता है? किस आधार पर किसी को तुम चालाक या होशियार कर सकती हो? इसी प्रकार बोला और बुद्धू के बारे में भी सोचो और कक्षा में चर्चा करो. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹോഷിയാർ ഓർ ചാലാക് രണ്ടും രണ്ട് വേർഡ്സ് ആണ്. എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ബോല ഓർ ബുദ്ധു, ഈ രണ്ട് എന്താ പറയുക, ഈ രണ്ട് ഇത് വെച്ചിട്ടും കൂടി നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കതിന്റെ മീനിങ് നോക്കാം. होशियारी से तात्पर्य है समझदार होना. होशियारी मीन इंटेलिजेंट, अंडरस्टैंडिंग आवा, समझदार आवा, बुद्धिमान. जबकि चालाक का अर्थ है अत्यधिक चतुर होना, क्रूकड, इंटेलिजेंट, നല്ല രീതിയിലുള്ള ബുദ്ധി, അതാണ് ചാലാക്കി എന്ന് പറഞ്ഞാൽ. जो व्यक्ति दूसरों से काम निकलवाने के लिए तरह तरह की बातें करता है उसे हम चालाक कहते हैं. ഓക്കെ, ഒരാളെ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ജോലി എടുപ്പിക്കാനുള്ള ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അവരെ കൊണ്ട് എങ്ങനെയും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു മിടുക്കുണ്ടല്ലോ നമ്മളുടെ, അതിനെയാണ് നമ്മൾ ചാലാക്കി എന്ന് പറയാ. വഹി ജോ വ്യക്തി സമജ്ദാരി കി ബാത്തേം കർത്താ ഉസെ സമജ്ദാർ കഹത്തെ ഹെ. പക്ഷെ ഒരാൾ എല്ലാം മനസ്സിലാക്കി ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അയാളെ നമ്മൾ സമജ്ദാർ എന്ന് പറയും. इसी प्रकार बोला का अर्थ है सीधा साधा. बोला എന്ന് പറഞ്ഞാൽ എന്താ, പാവം, सीधा साधा होना. जबकि बुद्धू का अर्थ है बेवकूफ. बुद्धू എന്ന് പറഞ്ഞാൽ എന്താ, बेवकूफ, फूल,
വിഡ്ഢി അതാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലഡ്കിക്കോ തും സമജ്ദാർ കഹോഗി യാ ബുദ്ധിമാൻ ക്യോം? ഈ കഥയിലെ പെൺകുട്ടിയെ നിങ്ങൾ സമജ്ദാർ എന്ന് പറയോ അല്ല ബുദ്ധിമാൻ എന്ന് പറയോ? എന്തുകൊണ്ട്? ലഡ്കിക്കോ ഹം ബുദ്ധിമാൻ കഹേങ്കെ, ലഡ്കിനെ നമ്മൾ ബുദ്ധിമാൻ എന്നേ പറയൂ. ക്യോക്കി അപ്നി ബുദ്ധി കെ ബൽ ബർ വഹ് ഹർ സമസ്യ കാ സമാധാൻ ആസാനി സെ ഡൂണ്ട് രഹി തി, അവളുടെ ബുദ്ധി വെച്ചിട്ടാണ് അവൾ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിലെ. कहानी में लोनपोगार के बेटे और लड़की को कोई नाम नहीं दिया गया है. नीचे तिब्बत में बच्चों के नामकरण के बारे में बताया गया है. ये परिचय पढ़ो और मनपसंद नाम छांटकर बेटे और लड़की को कोई नाम दो. അപ്പം നമുക്കൊരു സ്റ്റോറി അവർ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറി വായിച്ചതിന് ശേഷം ഈ കഥയിലെ പെൺകുട്ടിക്കും അതുപോലെ തന്നെ ആ ആൺകുട്ടിക്കും ലോൻപോഗറിന്റെ മകനും നിങ്ങൾ ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ലോൻപോഗർ കാ ബേട്ടേക്കോ ഹം നുക്കു നാം ദേങ്കെ, നുക്കു, ജബ്കി ഉസ് ലഡ്കി കോ ടാവ നാം ദേങ്കെ. ഇത് ഈ സ്റ്റോറിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ പേര് കൊടുത്തിരിക്കുന്നത്. ലോൻപോഗറിന്റെ മകന്റെ പേര് നുക്കു, ആ പെൺകുട്ടിയുടെ പേര് ടാവ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ റാക്കി റസി കഹാനിയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.